എല്ലാവർക്കും ടെക്ലേമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iQOO Z9S നമ്മൾ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോണും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. സോ iQOO Z9S ഇറങ്ങിയിട്ടില്ല, നമുക്ക് ഓഗസ്റ്റ് 21 ലോഞ്ച് വരുന്നത്. സോ നമുക്കിത് സ്പെക്ക് ഓൾമോസ്റ്റ് ലീക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് iQOO Z9 ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ അത്ര നാൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നേരെ iQOO Z9ലേക്ക് പോകണമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ iQOO Z9 ആണെങ്കിൽ 7.8 mm ആണ് തിക്നെസ് വരുന്നത്, 188 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാഗാണ്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്, IP54 റേറ്റിംഗും വരുന്നുണ്ട്. അതേസമയം iQOO Z9S ആണെങ്കിൽ നമുക്കൊരു പുതിയതായിട്ട് ഇറങ്ങിയ V40 ഇല്ല, അതിന്റെ ഡിസൈനൊക്കെയാണ് വരുന്നത്. 7.49 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. വെയിറ്റിന്റെ കാര്യം അറിയില്ല എത്രയാണെന്നുള്ളത്. പ്ലാസ്റ്റിക് ബാഗും പ്ലാസ്റ്റിക് ഫ്രെയിം എന്തായാലും മിനിമം IP54 റേറ്റിംഗ് കാണും. സോ നമ്മൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ കാണാൻ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ iQOO Z9S ആണ്. എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അത് ഇച്ചിരി വെറൈറ്റി ഡിസൈനൊക്കെ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ iQOO Z9 നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1800 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ നമുക്ക് ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2+ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. HDR 10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. അതേസമയം iQOO Z9S ആണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ 6.78 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് ഫുൾ HD+ AMOLED പാനലാണ് വരുന്നത്. സെയിം 120 Hz റിഫ്രഷ് റേറ്റ്, സെയിം 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. സെയിം 1800 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR 10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, സെയിം പ്രൊട്ടക്ഷൻ, ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2+. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ സ്പെക്ക് വൈസ് സെയിം ആണ്. ഒരു ഡിഫറൻസ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇച്ചിരി എന്താ പറയുക കർവ്ഡ് ആണ്. കർവ്ഡ് വേഴ്സസ് ഫ്ലാറ്റ് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് സ്പെക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ iQOO Z9 ഡിസ്പ്ലേ ശകലം ലാർജർ ആണ്, അത്രേ ഉള്ളൂ. ബാക്കി സ്പെക്ക് സെയിം ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓഡിയോ ആണ്. രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ രണ്ടും അടിപൊളി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസിലാണ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് iQOO Z9 വരുമ്പോൾ നമുക്ക് MediaTek Dimensity 7200 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. ഇത് സ്പെക്ക് ചെയ്യാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ്സിലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം iQOO Z9S നമുക്കിവിടെ MediaTek Dimensity 7300 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. സ്പെക്ക് ചെയ്യാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ആണെന്നാണ് പറയുന്നത്. ഹൈബ്രിഡ് കാർഡ്സിലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ iQOO Z9 ആണ് വരുന്നത്. അതിൽ MediaTek Dimensity 7200 ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ആന്റിറ്റി സ്കോർ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ iQOO Z9 ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 7,14,660 ആണ്. CPU 2,16,662, GPU 1,75,938. അതേസമയം iQOO Z9S നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ iQOO Z9S അല്ല, ഈ രണ്ട് ചിപ്സെറ്റിന്റെ ഓൾറെഡി നമുക്ക് എന്താ പറയുക ആന്റിറ്റി സ്കോർ അവൈലബിൾ ആണ്. സോ iQOO Z9S ബെഞ്ച് മാർക്ക് സ്കോർ അല്ല പറയുന്നത്, ആ പ്രോസറിന്റെ ബെഞ്ച് മാർക്ക് സ്കോർ ആണ്. സോ നമുക്ക് ഒരു റിലേറ്റീവ് പെർഫോമൻസ് നമുക്ക് രണ്ടും കൂടി എന്താ പറയുക കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് Dimensity 7300 നമ്മൾ പറയുവാണെങ്കിൽ 6,34,847 ടോട്ടൽ വരിക. CPU 1,56,616, GPU 1,49,831. സോ Dimensity 7300 ആണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. രണ്ട് സ്മാർട്ട് ഫോണും ഗെയിമിങ്ങിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, രണ്ടും നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം കിട്ടും. പക്ഷേ iQOO Z9 അല്ലെങ്കിൽ Dimensity 7800 ആയിരിക്കും ബെറ്റർ പെർഫോം ചെയ്യുന്നത്. ഇച്ചിരി കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി എന്താ പറയുക ഹെവിയർ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. പിന്നെ ഡേ ടു ഡേ ടാസ്ക് രണ്ടിലും ഒരു കുഴപ്പവും വരത്തില്ല. OSന്റെ നമ്മൾ പറയുവാണെങ്കിൽ രണ്ടിലും സെയിം ആണ് വരുന്നത്. FunTouchOS 14 ആണ്, Android 14 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. രണ്ടിലും 2 വാട്ട് സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 3 വാട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ FunTouchOSന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് കിട്ടും. ബ്ലോട്ട് വേർഡ്സ് ശകലം ഉണ്ടാവും, പിന്നെ ആഡ്സും ഉണ്ടാവും. അതൊന്ന് ഇച്ചിരി മെനക്കെടണം, ഒന്ന് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ബാറ്ററി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 5000 mAh ബാറ്ററിയാണ് നമുക്കിവിടെ iQOO Z9 വരുന്നത്. അതേസമയം iQOO Z9S വരുമ്പോൾ നമുക്ക് 5500 mAh വരും. രണ്ട് ഫോണുകളിലും നമുക്ക് 44 വാട്ട് ചാർജറാണ് വരുന്നത്. സോ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ iQOO Z9S. നെക്സ്റ്റ് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ iQOO Z9 നമുക്ക് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രൈമറി ഒരു 50 മെഗാപിക്സൽ f1.8 ആപ്പ് വരുന്ന സോണി IMX882 സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം 4K 30 fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറാണ് വരുന്നത്. പിന്നെ മാക്രോ അല്ല, ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറ നമുക്കൊരു 16 മെഗാപിക്സൽ f2.4 ആപ്തിന് സെൽഫി ക്യാമറയാണ്. 1080p 30 fps ആണ് വരുന്നത്. ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റും.
അതേസമയം ഐക്യു Z9 എസിൽ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം സെൻസർ, സെയിം ഡെപ്ത് സെൻസറും കാര്യങ്ങളും, സെയിം സെൽഫി ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സൽ f1.8 ആപ്സിൽ വരുന്ന സോണി IMX 882 തന്നെ OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 fps, 2 മെഗാ പിക്സൽ ഡെപ്ത്, പിന്നെ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 1080p 30 fps. സോ OS സെയിം ആണ്, ചിപ്സെറ്റ് MediaTekന്റെയാണ്, പ്രോസസ്സിംഗ് എല്ലാം സെയിം ആണ്. സോ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെയായിരിക്കും ക്യാമറയുടെ കാര്യത്തിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഏതാ ബെറ്റർ എന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഐക്യു Z9 പോകണമായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം സ്പെക്കൊക്കെയാണ് വരുന്നത്, പിന്നെ പെർഫോമൻസ് ഇച്ചിരി ബെറ്റർ ആണ്. സോ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫ്ലാറ്റ് വേഴ്സസ് എഡ്ജ്, അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പെർഫോമൻസ് ഐക്യു Z9 ആണ് ബെറ്റർ. ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കർവ്ഡ് വേഴ്സസ് ഫ്ലാറ്റ്, പിന്നെ ഓൾമോസ്റ്റ് സിമിലർ സ്പെക്കാണ്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഐക്യു Z9 ആണ് ബെറ്റർ. ക്യാമറ സിമിലർ ആണ്. ബാറ്ററിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഐക്യു Z9 ഇച്ചിരി ബെറ്റർ ആണ്, കാരണം ലാർജർ ബാറ്ററിയാണ് കിട്ടുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ ഡിഫറൻസ് ഒക്കെ വരുവാണെങ്കിൽ. സോ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഐക്യു Z9 പോകണമായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും താഴെ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഐക്യു Z9 വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ കാഴ്ചക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നെക്സ്റ്റ് വീഡിയോ കാണാം.